സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 27 അധ്യായം 17 വാക്യം. ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു, മനുഷ്യൻ മനുഷ്യന് മൂർച്ച കൂട്ടുന്നു. ഇരുമ്പ് ഉപയോഗിച്ചാണ് ഇരുമ്പിൻ്റെ മൂർച്ച കൂട്ടുന്നത് എന്ന് ഒരു കൊല്ലൻ്റെ ആലയിൽ പോയാൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അദ്ദേഹം ആയുധത്തെ തീയിലിട്ട് പഴിപ്പിച്ച് ഇരുമ്പ് ചുറ്റിക കൊണ്ട് അടിച്ച് ഇരുമ്പരം ഉപയോഗിച്ച് രാഗി മൂർച്ചയുള്ളതാക്കുന്നു. ഈ മൂർച്ചപ്പെടുത്തലിന് കുറേ കഠിന പ്രയത്നം ആവശ്യമാണ്. ഇരുമ്പും തമ്മിൽ കൂട്ടിമുട്ടിയാണ് ഇത് സാധ്യമാകുന്നത്. നമ്മുടെ ജീവിതം ഉപയോഗമുള്ളതും മൂർച്ചയുള്ളതും ആയിത്തീരാൻ ഈ കഠിന പരിശീലനം ആവശ്യമാണ്. സ്വാഭാവികമായതോ ആസൂത്രിതമായതോ ആയ പരിശീലനങ്ങളിലൂടെയാണ് കരുത്തരായ മനുഷ്യർ ഉണ്ടായിട്ടുള്ളത്. നല്ല അധ്യാപകർ, സ്നേഹിതർ, വിമർശകർ, പരിശീലകർ ഒക്കെ നമ്മെ ഔവിധത്തിൽ പാകപ്പെടുത്താൻ ഉപയോഗിക്കപ്പെട്ടവരാണ്. അവരുടെ വാക്കുകൾ നമ്മെ മുറിപ്പെടുത്തിയിട്ടുണ്ടാകാം. നമുക്കിഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും പറയുകയും ചെയ്യിക്കുകയും ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ അവയെല്ലാം ആത്യന്തികമായി നമ്മെ മൂർച്ചപ്പെടുത്താൻ മുഖാന്തരങ്ങളായി മാറി എന്നത് പിൽക്കാലത്ത് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ മനുഷ്യന് മൂർച്ച വരുത്തുന്നു എന്നതിന് മറുവശം ശരിയല്ലാത്ത കൂട്ടുകെട്ടുകൾ ലോകത്തിന് ദോഷമുണ്ടാക്കും എന്നതാണ്. ദുഷ്ടവ്യക്തികൾ തമ്മിൽ ചേർന്നാൽ പല മടങ്ങ് ദുഷ്ടത പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കും. തിന്മയുടെ അച്ചുതണ്ടെന്നൊക്കെ അവരെ വിശേഷിപ്പിക്കാറുണ്ട്. ഹിറ്റ്ലറും മുസോളിനിയും ചേർന്ന് ലോകത്തെ മഹായുദ്ധങ്ങളിലേക്ക് തള്ളിവിട്ടതുപോലെ ലോക ദുരന്തങ്ങൾക്ക് വരെ ഈ മൂർച്ചപ്പെടുത്തൽ കാരണമാകാം. എന്നാൽ വേറൊരു കാര്യമുള്ളത്, നല്ലവരെ പോലും പ്രകോപിപ്പിച്ച് അപകടങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യരുമുണ്ട്. മധുരവാക്കുകൾ കൊണ്ടും ചിലർ നല്ല മനുഷ്യരെ ദോഷത്തിന് പ്രേരിപ്പിക്കാറുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവരുമായുള്ള സമ്പർക്കം നമ്മെ ആത്മീയ മൂർച്ചയിലേക്ക് നയിക്കും. ദൈവവചനം പഠിക്കാനും പരിശുദ്ധാത്മ പകർച്ച അനുഭവിക്കാനും അത് സഹായകമാണ്. ഭക്തന്മാരുമായി സമയം ചെലവിടുന്നതും സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നതും നമ്മെ ആത്മീയ അഭിവൃദ്ധിയിലേക്കും ദൈവത്തിനായി കൂടുതൽ പ്രയോജനപ്പെടുന്നതിലേക്കും നയിക്കുമെന്നതിനാൽ അതിന് പ്രാധാന്യം നൽകി സമയം കണ്ടെത്തണം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.